ഇவ்விதമൊക്കെ തത്വം ചൊല്ലിയ ശേഷം മുനി തന്നുടെ ആത്മകഥ ഓതിനാൻ സവിസ്തരം. രാമാ, നിൻ മാഹാത്മ്യങ്ങൾ എത്രയും ശ്ലാഘനീയം. നിൻ നാമമുച്ചരിച്ചു ബ്രഹ്മർഷിയായോ ജ്ഞാനം. കേവലൻ രത്നാകരനാകിയ കാട്ടാളനെ കോവിദൻ വാൽമീകിയായി ചമച്ചാൻ രാമനാമം. ആഢ്യനായി പിറന്നവനെങ്കിലും മമ ചിത്തം മ്ലേച്ഛമായി തിരിഞ്ഞല്ലോ ബ്രാഹ്മണേതരമായി. വീട്ടു ഞാൻ ശൂദ്രസ്ത്രീയെ കൊള്ളക്കാർ സ്നേഹിതരായി വേട്ടയ്ക്കു പോയി ഞാനും ഹിംസിച്ചു മൃഗങ്ങളെ. സാധുക്കൾ യാത്രികരയാവോളം പീഡിപ്പിച്ചു. സഞ്ചാരി സഞ്ചയത്തിന് സമ്പത്തു കവർന്നു ഞാൻ. ആരാനും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കും ധനമെല്ലാം അല്ലലില്ലാതെ സ്വന്തമില്ലത്തിലെത്തിച്ചു ഞാൻ. ആമയമില്ലാതെന്റെ ദാരങ്ങൾ പൈതങ്ങളും ഞാനുമായി ആമോദമായി ഹസിച്ചു വാഴും കാലം. സപ്തർഷിമാരും വന്നാറാ വഴിക്കൊരു ദിനം. അട്ടഹസിച്ചു ഞാനും എത്തിനാൻ അവർ മുമ്പിൽ. തീവ്രമാം തേജസ്സുള്ളോരവർ തൻ വസ്ത്രങ്ങളെ തട്ടിപ്പറിക്കാൻ ചെന്നു ദുഷ്ടനാം ഞാനുമപ്പോൾ. നില്ലു നില്ലെന്നു ചൊല്ലിത്തടഞ്ഞാർ അവരെന്നെ. ഒന്നുമേ ഒളിച്ചിടാനില്ലാത്ത മൂഢൻ ജ്ഞാനം. ഭാര്യയും കുട്ടികളും ഉണ്ടെനിക്ക്. അവരൊക്കെ ദാഹവും വിശപ്പുമായി വലഞ്ഞങ്ങിരിക്കുന്നു. ആകയാൽ ഞാനുമെന്നും ഈ വഴി പോണോരുടെ പൊക്കണം പറിക്കുന്നു. മക്കളെ വളർത്തുന്നു. ഔവണ്ണം നിങ്ങളുടെയും ആടകൾ പിടുങ്ങുവാനെത്തി ഞാൻ നിർദാക്ഷിണ്യം ജീവിതവൃത്തിക്കായി. മണ്ടനാം ക്രൂരൻ തന്റെ ന്യായങ്ങൾ കേട്ടിട്ടവർ മന്ദഹസിച്ചു ചൊന്നാർ ഇவ்விதമുപാധികൾ. ദ്രോഹങ്ങളേറെ ചെയ്തു പോറ്റുന്നു നീ അവരെ. തൽഫലം പേറുവാനും തോന്നേണം അവർക്കപ്പോൾ. നീ ചെയ്യും പാപത്തിന്റെ ദോഷഫലങ്ങളേൽക്കാൻ നിന്നുടെ ദാരങ്ങളും മക്കളും തയ്യാറാണോ എന്നു നീ അവരോട് ചോദിക്ക ഇപ്പോൾ തന്നെ. ഉത്തരമെന്തായാലും ചൊല്ലിടൂ ഞങ്ങളോടും. നീ വരുവോളം ഞങ്ങൾ കാത്തു നിന്നിടും. നിന്നെ വേഗേന പോകൂ വത്സ, സത്യങ്ങളറിഞ്ഞിട. ഇவ்விதം മുനിമാർദൻ വാക്കുകൾ കേട്ടു ഞാനും എന്നുടെ കുടുംബത്തോടവണ്ണം ചോദിച്ചല്ലോ. പാവങ്ങൾ യാത്രികരെ ദ്രോഹിച്ചു ഞാൻ ദിനവും പോറ്റുന്നു. പാവങ്ങൾ യാത്രികരെ ദ്രോഹിച്ചു ഞാൻ ദിനവും പോറ്റുന്നു നിങ്ങളെ ഒരല്ലലറിയിക്കാതെ. ഞാൻ ചെയ്യും പാപത്തിന്റെ ശിക്ഷകൾ എന്നോടൊപ്പം നിങ്ങളും സഹിക്കുമോ എന്നുള്ളതോതിയിടണം. തെല്ലൊന്നു പകച്ചുപോയെങ്കിലും അവരേകി ഞെട്ടിക്കും ഉത്തരവും എത്രയും അനായാസം. ഒരുത്തൻ പാപം ചെയ്താൽ അവൻ തൻ അതിൻ ഫലം സഹിച്ചേ മതിയാകൂ എന്നത് ലോകതത്വം. നിന്ദ്യമാമീ നിഷേധ വാക്കുകൾ കേട്ടു ഞാനും സ്തബ്ധനായി നിന്നുപോയി. വെറുത്താനേവരെയും ചാപവും ബാണങ്ങളും എറിഞ്ഞു ദൂരത്തു ഞാൻ. ശുദ്ധമാനസനായി മടങ്ങി മനുഷ്യനായി താപസ സമക്ഷത്തിലെത്തി ഞാൻ വിതുമ്പിപ്പോയി. രക്ഷിക്കേ നരകത്തീന്ന് എന്നെയും എന്നു കെഞ്ചേ.
കേവല സത്യങ്ങളെ നേരിട്ടു ബോധ്യപ്പെട്ടു മാനസാന്തരപ്പെട്ടോരെന്നെയും രക്ഷിച്ചവർ എന്നോടു ദയ തോന്നി മോക്ഷമാർഗത്തെ ചൊല്ലി എന്തു ഞാൻ ചെയ്യണം എന്നോദിനാർ സവിസ്തരം. ചൊല്ലേണം അനാരതം മരാ മരാ എന്നു നീ ഉൾക്കാമ്പിലിതല്ലാതെ മറ്റൊന്നും നിനയ്ക്കാതെ വൈകാതെ ഞങ്ങളിങ്ങു വന്നിടും കാലം വരെ ഇങ്ങനെ തന്നെ നീയും ചൊല്ലിക്കൊണ്ടിരിക്കേണം. ശ്രേഷ്ഠരാം സപ്തർഷികൾ ചൊന്നതിൻ പടിഞ്ഞാനം നിർത്താതെ ചൊല്ലി മരാ മരാ എന്നുള്ളം തട്ടി. കാലങ്ങൾ അനവധി അങ്ങനെ ഇരുന്നു ഞാൻ രാമന്റെ നാമം ചൊല്ലി രാമനെ അറിയാതെ. നിശ്ചലമെന്തേകം വൽമീകം പൊതിഞ്ഞിട്ടും തെല്ലുമേ അറിഞ്ഞീല നിഷ്കാമ ഭക്തൻ ഞാനും. അക്കാലത്തൊരു ദിനമെത്തിനാർ സപ്തർഷികൾ പോരുക പുറത്തേക്ക് എന്നോദിനാർ എന്നോടവർ. ആ ശബ്ദം കേട്ടപാടെ പുറ്റിനെ പുറം തള്ളി എത്തിനാൻ പുറത്തേക്കെന്നാരൂഢ മോദേന ഞാൻ. വാത്മീകി എന്ന നാമം നൽകിനാർ എനിക്കവർ ആഗമജ്ഞാനിയാകാൻ ഏകിനാൻ അനുഗ്രഹം. രാമനാമത്തിൻ ശക്തി എന്നെയും ഋഷിയാക്കിയും വിധം ഇരിക്കുന്നതാ പുണ്യം ഒന്നിനാല്. സീതയും സൗമിത്രിയും ഒത്തിപ്പോൾ നിന്നെ കണ്ടതെന്നോടെ മുജ്ജന്മത്തിൻ സൽക്കർമ്മ ഫലമല്ലോ. പത്നിയും സോദരനും ഒന്നിച്ചു കാനനത്തിൽ മോദമായി വസിച്ചിടാൻ ഉള്ളിടം കാട്ടിടാം. ശിഷ്യരോടൊത്തു മുനി ചിത്രകൂടാചലത്തിൽ എത്രയും ചിത്രമായി തീർത്തൊരു പർണശാല വാണിടുദയാനിധേ മൂവരും ഒരുമിച്ചു കാനനവാസകാലം രമ്യമീ ഉടജത്തിൽ എന്നരുൾ ചെയ്തു മുനി വിഷ്ണുവാം ശ്രീരാമനെ പൂജിച്ചും സേവ ചെയ്തും സായുജ്യം അടഞ്ഞല്ലോ.